ചെന്നൈ അണ്ണാനഗർ പോക്സോ കേസിൽ വനിതാ പോലീസ് ഇൻസ്പെക്ടർ അറസ്റ്റിൽ. അണ്ണാനഗർ വനിതാ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രാജിയാണ് അറസ്റ്റിലായത്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, വിശദാംശങ്ങൾ. റഹീസ്, തമിഴ്നാട്ടിൽ ഏറ്റവും അധികം കോളിളക്കം ഉണ്ടാക്കിയ ഒരു കേസാണ് ഈ ചെന്നൈ അണ്ണാനഗർ പോക്സോ കേസ്. ഈ കേസിൽ ഒരു 10 വയസ്സുകാരി പീഡനത്തിനിരയായി എന്നതിനപ്പുറം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കളിച്ച നാടകങ്ങളും ഒത്തുകളിയും ഒക്കെ വളരെയധികം ചർച്ചയായതാണ്. അതായത് കഴിഞ്ഞ ഓഗസ്റ്റിൽ 10 വയസ്സുകാരി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ശേഷം മാതാപിതാക്കൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അവർക്ക് കൃത്യമായി സംശയമുള്ള ആളെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ടും ആ വനിതാ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നവർ ഈ മാതാപിതാക്കളെ സഹായിച്ചില്ല. മാത്രമല്ല, വനിതാ പോലീസ് ഇൻസ്പെക്ടർ രാജി ഈ മാതാപിതാക്കളെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ശേഷം ഇവരെ ഒക്കെയും അസഭ്യം പറഞ്ഞു. പെൺകുട്ടിയെ മാന്യമായി വളർത്തണം എന്നതടക്കം പറയുകയും ശേഷം ഇനിയും ഈ കേസ് നീട്ടിക്കൊണ്ടുപോകും, നാണം കെടുത്തും എന്നതടക്കമൊക്കെ പറഞ്ഞ് വലിയ തരത്തിൽ ഭീഷണിപ്പെടുത്തി. ശേഷം കോടതി ഇടപെട്ടുകൊണ്ട് ഈ അന്വേഷണം ഒരു പ്രത്യേക സംഘത്തെ ഏൽപ്പിച്ചിരുന്നു. ഒരു SIT സംഘത്തെ ഏൽപ്പിച്ചു. അപ്പോൾ ആ SIT സംഘമാണ് ഇപ്പോൾ ഈ വനിതാ പോലീസ് ഇൻസ്പെക്ടറായിട്ടുള്ള രാജിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അണ്ണാനഗർ സ്റ്റേഷന് വനിതാ പോലീസ് സ്റ്റേഷനാണ്. മാത്രമല്ല, ഒരു AIADMK പ്രവർത്തകനെ കൂടി, സുധാകർ എന്നു പേരുള്ള ഒരാളെ കൂടി ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളും പ്രതിയെ സഹായിച്ചിരുന്നു. ഈ കേസിലെ പ്രതി സതീഷ് എന്നയാളാണ്. പക്ഷെ അന്ന് പോലീസ് ഈ സതീഷിനെ അറസ്റ്റ് ചെയ്യാതെ ആ വീട്ടിനടുത്തുള്ള മറ്റൊരു 14 വയസ്സുകാരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പ്രതിയെ സഹായിക്കുകയായിരുന്നു. മനഃപൂർവ്വം കൃത്യമായി പോലീസ് ഒരു പ്രതിയെ സഹായിക്കാൻ വേണ്ടി മറ്റൊരാളെ കൊടുക്കുകയും ഒപ്പം തന്നെ ഇരയെയും മാതാപിതാക്കളെയും ഒക്കെ മാനസികമായും തളർത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്ത ഒരു കേസിലാണ് എന്തായാലും ഇപ്പോൾ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്. വനിതാ പോലീസ് ഇൻസ്പെക്ടറാണ് അറസ്റ്റിലായിരിക്കുന്നത്. റീജിത്ത്, ഈ ഗുരുതര സ്വഭാവമുള്ളൊരു കേസായിരുന്നു ഇത്. അതിൽ തന്നെ ഈ ഒരു വനിതാ SIയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഒരു ഘട്ടത്തിൽ നേരത്തെ റഹീസ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ രക്ഷിതാക്കളെ സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിന് പിന്നാലെ അത് വഴങ്ങാത്ത ഘട്ടത്തിൽ അവരെ മർദ്ദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ഗുരുതരമായ കണ്ടെത്തലുകളാണല്ലോ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ SIക്കെതിരെ ഈ ഘട്ടത്തിൽ കണ്ടെത്തുന്നത്. ഈ SIക്ക് അപ്പുറത്തേക്ക് ഇതിൽ പങ്കാളിത്തമുള്ളവരുണ്ടോ റഹീസ്? അന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാണ് ഈ പറയുന്ന പ്രതി ആയിട്ടുള്ള ആൾ, അപ്പോൾ ഈ സതീഷ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു രാഷ്ട്രീയ പ്രഷറൊക്കെയും പോലീസിന്റെ മേൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ രാജി മാതാപിതാക്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ ഇവരോട് കേസിൽ കൃത്യമായി ഇടപെടാമെന്ന് പറയുന്നു. പിന്നീട് ഇവർക്ക് പണം അടക്കം വാഗ്ദാനം ചെയ്യുന്നു. മാത്രമല്ല, ഇവർ നടത്തിയിട്ടുള്ള ഒരു വെർബൽ അബ്യൂസ് ആണ് ഈ കേസിൽ ഏറ്റവും അധികമായും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കാരണം പിന്നീട് ഏതൊക്കെ കേസുകൾ കോടതി പരിഗണിച്ചാലും ഈ കേസിനെ മാതൃകയാക്കി പോലീസ് ഇത്തരത്തിലാണോ ഇടപെടുന്നത് എന്ന് പോലും കോടതി വിമർശിക്കുന്ന തരത്തിൽ കുപ്രസിദ്ധമായ ഒരു കേസാണിത്. അപ്പോൾ അതിലേക്ക് ഒരു SIT സംഘത്തിനെ കൊണ്ടുവരുന്നു. ശേഷം ഇപ്പോൾ ഏതാണ്ട് ഒരു 7-8 മാസത്തെ അന്വേഷണം നടക്കുന്നു. ഈ രാജിയിൽ നിന്നും പലതവണ മൊഴിയെടുത്തിരുന്നു. ഈ ഇരയായ പെൺകുട്ടിയിൽ നിന്ന് മൊഴിയെടുത്തു. ഒപ്പം തന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കണ്ട് പോലീസ് സംസാരിച്ചു. ആ വീടിന് പരിസരത്തുള്ളവരിൽ നിന്നുമൊക്കെ ഈ അടുത്തായി മൊഴിയെടുത്തിരുന്നു. അതിനുശേഷം കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഘട്ടത്തിലും ഈ SIT സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടൊക്കെ പരിഗണിച്ച ശേഷമാണ് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അറസ്റ്റ് ചെയ്യാം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ശേഷം ഇവരുടെ വീട്ടിലെത്തി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഒപ്പം ആ AIADMK പ്രവർത്തകനായിട്ടുള്ള സുധീറിനെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ മാതാപിതാക്കൾ നേരിട്ട ഒരു മാനസിക ഭീഷണി എന്ന് പറയുന്നതും ഒപ്പം തന്നെ ഇവരെ മർദ്ദിച്ചതുമൊക്കെ വലിയ ചർച്ചാ വിഷയമായതാണ്. ഒരു പെൺകുട്ടി പീഡനത്തിനിരയാകുന്നതും 10 വയസ്സുകാരിയാണ്. ആ കുട്ടിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ വനിതാ പോലീസ് സ്റ്റേഷനിൽ ഒരു വനിതാ SI ഇത്തരത്തിൽ പെരുമാറുന്നത്. റീജിത്ത്, മുഹമ്മദ് റയീസാണ് വിവരങ്ങൾ നൽകിയത്. ചെന്നൈ അണ്ണാനഗർ പോക്സോ കേസിൽ വനിതാ പോലീസ് ഇൻസ്പെക്ടർ അറസ്റ്റിലായിരിക്കുന്നു. അണ്ണാനഗർ വനിതാ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രാജിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.